പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഇയാൾ ഡൽഹിയിൽ പിടിയിലായിട്ടുണ്ട്. ഹരിയാന സ്വദേശി വിശാൽ യാദവാണ് അറസ്റ്റിലായത്. ഡൽഹി നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ UD ക്ലർക്കാണ്. ക്രിപ്റ്റോ ഇടപാടിലൂടെ ചാരപ്രവർത്തനത്തിന് പണം കൈപ്പറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട്. രാജസ്ഥാൻ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, എപ്പോഴാണ് ഇയാൾ പിടിയിലായത്? രാജസ്ഥാൻ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പ്രതിയെ പിടികൂടുന്നത്. അതായത് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് നിർണായക വിവരങ്ങൾ ഇയാൾ കൈമാറി എന്ന് കണ്ടെത്തി. UD ക്ലർക്കായ വിശാൽ യാദവാണ് അറസ്റ്റിലായത്. നേവി ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥനാണ് ഇയാൾ. ഹരിയാന സ്വദേശിയായ ഇയാളെ രാജസ്ഥാൻ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളുടെ ഫോണിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ചാരവൃത്തിയുടെ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻ്റായ യുവതിക്ക് ഇയാൾ നാവികസേനയുമായും മറ്റ് പ്രതിരോധ സേനകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പകരം ക്രിപ്റ്റോ ഇടപാടിലൂടെ പണം കൈപ്പറ്റി എന്നും കണ്ടെത്തിക്കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനിടയിലും ഇയാൾ പാകിസ്ഥാന് വിവരം കൈമാറിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഇയാളെ ഡൽഹിയിൽ പിടികൂടിയിരിക്കുകയാണ്. രാജസ്ഥാൻ പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഹരിയാന സ്വദേശി വിശാൽ യാദവാണ് അറസ്റ്റിലായത്. ഡൽഹി നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ UD ക്ലർക്കാണ്. ക്രിപ്റ്റോ ഇടപാടിലൂടെ ചാരപ്രവർത്തനത്തിന് ഇയാൾ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.